ഹായ് ഗൈസ്, പിന്നെയാണെങ്കിലേ ഇന്ന് നമുക്ക് ഡോറാഡോനെ പറ്റി കുറച്ച് ഗോസിപ്പ് പറഞ്ഞാലോ. അത് ഞാൻ കുറച്ച് കഥകൾ പറയാവേ. അതായത് ഇന്ന് നമ്മുടെ 34 ട്രിപ്പിന് ഇന്ന് നമ്മുടെ ജോലി ഈ കാണുന്ന പിക്സി എടുത്തുകൊണ്ട് ഒരു റണ്ണിങ് വീഡിയോ എടുക്കാൻ പോവാം എന്നാണ് പ്ലാൻ. പലപ്പോഴും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത്രയും ബസ് നടന്നിട്ട് ഇതിനൊന്നും ഓട്ടോ ഇല്ലേടേ എന്നൊരു തോന്നലുണ്ടായിട്ടില്ലയോ? അതെന്തെന്നറിയാവോ, നമ്മുടെ ഓണർ തോംസൺ ചേട്ടായി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വണ്ടിക്കൊന്നും ഇപ്പോൾ ട്രിപ്പ് ഓടണ്ട, വണ്ടീൻ്റെ ഫുൾ അപ്ഡേറ്റ് കഴിഞ്ഞ് അടുത്ത സീസൺ തുടങ്ങുമ്പോൾ വണ്ടി ഫ്രഷ് ആയിട്ട് ട്രിപ്പ് എടുത്താൽ മതിയെന്ന്. പലരും ട്രിപ്പ് വിളിക്കുമ്പം വണ്ടി അവൈലബിൾ ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ പിക്സി മാത്രമേ ഉള്ളെന്ന് പറയും. ചില ദിവസം പിക്സി വർക്കിനാണെങ്കിൽ പിക്സി ഇല്ലെന്ന് പറയും കേട്ടോ. നിലവിൽ കഴിഞ്ഞ സീസണിലെ പകുതിയിലാണ് നമ്മളെ ഓൾ ഇന്ത്യ വണ്ടികളെല്ലാം ഓടി വന്നത്. അപ്പോഴത്തേനും അന്ന് ഫുൾ വർക്ക് നടത്തിയിട്ട് നമുക്ക് ട്രിപ്പ് ഓടാൻ പറ്റിയില്ല. ട്രിപ്പുകാർക്ക് അറിയാം, പാനൽ ബോർഡ് കയറിയിട്ടില്ല, സൗണ്ട് വർക്ക് പകുതിയായിരുന്നു. അതുകൊണ്ട് ഓരോ വണ്ടിയായിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് കഴിയുകയാണേ. ഒരു 4-5 ദിവസത്തിനകത്ത് പിക്സിൻ്റെ ഫുൾ അപ്ഡേറ്റ് കഴിയും. അത് നമ്മൾ ഇൻസ്റ്റയിലൂടെ ഒരു വീഡിയോ ഇടാം. നമ്മുടെ മാൻഡിക്സ് ലൈറ്റ് വർക്കിന് ഇപ്പോൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മാൻഡിക്സ് ഇറങ്ങും. അടുത്ത ആഴ്ച നമ്മുടെ ടർബോ ഇറങ്ങും. തൊട്ട് ബാക്ക് ചെയ്യുന്ന സോണിക്കും ഫുൾ അപ്ഡേറ്റ് കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോഴത്തും, അതായത് ഓഗസ്റ്റ് 10 കൂടിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോഴത്തേന് നമ്മുടെ എല്ലാ വണ്ടിയും ഫുൾ അപ്ഡേറ്റ് കഴിഞ്ഞ് ട്രിപ്പിന് ഒരു കൊല്ലത്തെ ട്രിപ്പ് ഓടാൻ വേണ്ടി തയ്യാറായിട്ട് വരും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ മെയിൻ വള്ളി എന്തെന്നറിയാവോ, ബസ്സിൻ്റെ ഓണർമാർക്കും പാക്കേജർമാർക്ക് അല്ലെങ്കിൽ ബസ്സിൻ്റെ മാനേജർമാർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. കുറേ പ്ലസ് വൺ ഓടിക്കുന്ന മക്കൾ വിളിക്കും, ചേട്ടാ നാളെ പ്ലസ് വൺ വരെയാണ്, സ്കൂളിൽ ഒരു എൻട്രി കൊടുക്കണം, ഓക്കിലിടാൻ, റോട്ടിലും സ്കൂൾ ഓക്കിലിടാൻ വണ്ടി വിട്ടുതരാമോ എന്ന് ചോദിക്കും. അവരോട് കോളേജിൻ്റെ സ്കൂളിൻ്റെ പെർമിഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കോളേജിൽ കുറച്ച് ചേട്ടന്മാർ വിളിക്കും, കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്, നമുക്ക് ഓക്കിലിടാൻ വേണ്ടി ടർബോനെ തരുമോ, പിക്സിനെ തരുമോ, മാൻഡിക്സിനെ തരുമോ എന്ന് ചോദിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതും പോരാഞ്ഞിട്ട് ഓണത്തിന് സയൻസുകാർ ഇടിവണ്ടി ഇറക്കി, ഞങ്ങൾ കൊമേഴ്സാരാണ്, ഞങ്ങൾക്ക് ഓക്കിലിടാൻ വേണ്ടി ടർബോനെ തരുമോ എന്നൊക്കെ ചോദിച്ചാണ് ഇപ്പോൾ വരുന്ന ഓരോ ട്രിപ്പിൻ്റെ എൻക്വയറി. ഓരോ വണ്ടീൻ്റെ മുതലാളിമാർക്കും ഇതേപോലെ കോളുകളിലും അവർക്ക് ഈ കാര്യം മനസ്സിലാവും കേട്ടോ. നിലവിലെ ട്രിപ്പിൻ്റെ രീതി അവരോടെല്ലാം ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്കൂൾ ട്രിപ്പോ കോളേജ് ട്രിപ്പോ വരട്ടെ, നമുക്ക് വണ്ടി അവിടെ ഇറക്കാം. അല്ലാത്ത പെർമിഷൻ ഇല്ലാതെയൊക്കെ വണ്ടി കൊണ്ടു കഴിഞ്ഞാൽ നിലവിൽ RTO ഒക്കെ ഭയങ്കര പ്രശ്നമല്ലയോ. അത് കഴിഞ്ഞ് ഇനി അടുത്ത ഒരു, ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ആസ്ക് മീ എന്നും പറഞ്ഞൊരു സ്റ്റോറി ഇട്ടപ്പം വന്ന് ചോദിച്ചാണ്, ചേട്ടൻ എന്താണ് ഡൊറാഡോയിൽ ജോലി? പണ്ടൊരിക്കൽ എന്നോട് അടുത്തും ചോദിച്ചു, നിനക്ക് ഇവിടെ മാസ ശമ്പളമാണോ ദിവസക്കൂലിയാണോ, ഇങ്ങനെ വന്ന് ഡെയിലി വന്ന് ഡൊറാഡോയെ പറ്റി കൊണയടിക്കാൻ. അവരോടെല്ലാം എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എനിക്ക് ദിവസ ശമ്പളമല്ല മാസ ശമ്പളമാണേ. എന്തരാണ് ചേട്ടന് ഡൊറാഡോയിൽ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജോലി വണ്ടീൻ്റെ കാര്യം നോക്കുക, ട്രിപ്പ് എടുക്കുക, ബാലൻസ് മേടിക്കുക, ഡ്രൈവറെ സാലറി എടുക്കുക, വണ്ടീൻ്റെ മെയിൻ്റെനൻസ് നോക്കുക, വണ്ടീൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടീൻ്റെ പാക്കേജറാണെന്ന് പറയാനാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പിക്സിൻ്റെ റണ്ണിങ് വീഡിയോ എടുക്കാനല്ലേ ഒന്ന് പോയത്. അങ്ങനെ പിക്സിനെ തിരിച്ചുകൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മുടെ പിക്സിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതേപോലെ ഇന്നടുത്ത റണ്ണിങ് വീഡിയോ ഇൻസ്റ്റേ പോസ്റ്റ് ചെയ്യാവേ. ഡെയിലി ഡൊറാഡോൻ്റെ കഥ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും വേറെ വണ്ടികളെ